അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ബർത്ത്ഡേ പാർട്ടിക്കാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. പരിപാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഈ ഇവൻറ്റിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നത് ഈ ബർത്ത്ഡേൻ്റെ. അപ്പോൾ ആ ചെയ്യുന്ന കുറച്ച് വീഡിയോൻ്റെ ക്ലിപ്സ് ആട്ടോ ഇതിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ നമ്മളെ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒന്നാമത് നമ്മൾ ലേറ്റായി കേട്ടോ, കാരണം അവിടെ ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നു. ആ ഹോട്ടൽ ഇന്ന സമയത്തേ വരാൻ പാടുള്ളൂ എന്ന്. പിന്നെ നമ്മളെ പരിപാടി തുടങ്ങുന്നതാണെങ്കിൽ ഏറെക്കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു തിരക്കിലാണ് നമ്മൾ. ഒന്നാമത് വീഡിയോ ഞാൻ കുറച്ച് സ്പീഡാക്കിയത് തന്നെ, പക്ഷേ നമ്മൾ ഭയങ്കര ഫാസ്റ്റാക്കിയിട്ടായിരുന്നു ചെയ്തത്. പക്ഷേ അൽഹംദുലില്ലാ ഫസ്റ്റ് വർക്കായിരുന്നു. പക്ഷേ അതന്നെ നല്ല രീതിയിൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ ടൈമിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ തന്നെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഐദുവിനെ കാണിക്കുന്ന കാര്യം ഇങ്ങനെ പറയാം കേട്ടോ. ഐദുവാണ് ഇത്. ഐദുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, ഒന്നാമത്തെ ബർത്ത്ഡേ ആണ്. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മളാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. പരിപാടിയിലുണ്ടല്ലോ മെയിനായിട്ട് ബലൂൺ തന്നെയാണ് പല കളേഴ്സിലുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ് കേട്ടോ. അങ്ങനെയല്ല, ഒരു ഐഡിയ ഒക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ബലൂണൊക്കെ വീർപ്പിക്കാൻ നമ്മളെടുത്ത് ആ മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ഒരു ഇടങ്ങാറായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ വായ കൊണ്ട് വീർപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നും തരൂലല്ലോ. ഇങ്ങനെ ഒരു പരിപാടിക്ക് നമ്മൾ അതിനൊക്കെ മെയിനായിട്ട് അതൊക്കെ വാങ്ങാമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ വെച്ചാൽ നമ്മൾ അവസാനം ആകുമ്പോഴേക്ക് ഏകദേശം ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. കാരണം ഏഴരയാകുമ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴരക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഭയങ്കര തിരക്കിലുള്ള പണിയായതുകൊണ്ട് ഐദൂനെ ഇങ്ങനെ ചെയറിൽ ഇരിപ്പിച്ചാണ്. പക്ഷെ അവൻ അവിടെയുള്ള എല്ലാ സാധനവും വാരി വലിച്ചിട്ടുണ്ട്. പക്ഷേ വലിയൊരു പ്രശ്നക്കാരനല്ലാണ്ട് അത്രയും നേരം അവന് ഇരുന്നതിനാണ് സമ്മതിക്കണം കേട്ടോ. ഒരു 2 മണിക്കൂർ അവൻ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ. പിന്നെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അവന് സംഭവം എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. കുറേ ബലൂണൊക്കെ അവൻ്റെ കൈമ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളെ പരിപാടിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് ക്ലീനിങ് ആണ്. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മളോരോ ബലൂണൊക്കെ ആദ്യം തന്നെ വേഗം വേഗം തീർത്ത് ഒക്കെ സാധനങ്ങളൊക്കെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഈ വർഷവും കൂടെ വണ്ടിയിലേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്യണം. അപ്പോഴത്തേക്ക് ഞാനും ഇലുക്കും കൂടെ അവിടെ ഫൈനലായിട്ടുള്ള കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഏകദേശം പരിപാടി കഴിയും. എന്തായാലും ലാസ്റ്റ് കണ്ടോക്കെ ആ വർക്ക് എങ്ങനെ ഉണ്ട് എന്ന് എല്ലാവരും അഭിപ്രായം പറയുക. നമ്മളെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്നാണ് നമ്മളെ വിശ്വാസം. പക്ഷെ നമ്മളെ വിശ്വാസം പോലെ തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. വന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എന്തെങ്കിലും നമ്മൾ വിചാരിച്ചതിലും നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ജംഗിളിൻ്റെ തീം ഫസ്റ്റായിട്ട് ചെയ്യുന്നൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ എല്ലാം ഹയറായിട്ട് കഴിഞ്ഞു. ഗുലാബ് ജാമുൻ, പിന്നെ ജിലേബി, പിന്നെ ഒരു വട, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. ഹോട്ട് ചോക്ലേറ്റ് ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ കുറേ പേസ്ട്രീസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നോ രണ്ടെണ്ണം തിന്നിട്ടേ ഉള്ളൂ. കാരണം എല്ലാം കൂടെ കാണുമ്പോൾ തിന്നാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ആകെ ഇഷ്ടമുള്ളത് അതാണ്. പിന്നെ സാലഡ്സൊക്കെ ഒരു ഏരിയയിൽ. ഇത് അവസാനം എല്ലാവരും ഫുഡ് കഴിച്ചവരും കഴിക്കാത്തവരും കഴിക്കുന്നവരൊക്കെ ഉണ്ടായത്. ഞാൻ കഴിക്കാത്തത് ഒന്നും അറിയില്ല എന്തെല്ലാന്നുള്ളത്. ബീഫ് കറി ഉണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറുണ്ട്, വെജ് കറി ഉണ്ട്, വെജ്, പിന്നെ ഫ്രൈസ് ഉണ്ടായിരുന്നു, നഗറ്റ്സ് ഉണ്ടായിരുന്നു, നൂഡിൽസ് ഉണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞപ്പോൾ ചിക്കൻ ബിരിയാണി ആണെന്ന് തോന്നുന്നു, പിന്നെ വെജ് ബിരിയാണി കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചത് ഇതാണ്. ഫുഡ് എവിടെ കണ്ട ഇതൊക്കെയാണ് ഗൈസ് നമ്മൾ കഴിച്ചത്. ഗൈസ് നമ്മളിന്ന് നമ്മളെ ഐദുവിൻ്റെ ബർത്ത്ഡേൻ്റെ പരിപാടിക്ക് ഇവിടെ ബാർബിക്യൂ അബ്സല്യൂട്ട് ബാർബിക്യൂവിൽ വന്നതാണ് ബുജ്മാനിൽ. നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.